ഹലോ അസ്സലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ചിക്കൻ മക്രോണിയുടെ റെസിപ്പിയാണ്. കുറച്ച് എരിവോട് കൂടിയിട്ടുള്ളതാണ്. കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ എരിവ് കുറച്ചിട്ട് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻറ്റ് എന്തെല്ലാം നോക്കാം. മക്രോണി 400 ഗ്രാം, ചിക്കൻ 300 ഗ്രാം, സബോള 2 എണ്ണം, പച്ചമുളക് 3 എണ്ണം, തക്കാളി 2 എണ്ണം വലുത്, ക്യാപ്സിക്കം 1 എണ്ണം, ക്യാരറ്റ് 1 എണ്ണം നീളത്തിലൊന്ന് കട്ട് ചെയ്തത്, 3 സ്ലൈസ് ചീസ്, മല്ലിയില, പുതിനയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി തയ്യാറാക്കാം. ഒരു കുക്കറിലോട്ട് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് എല്ലില്ലാത്ത ചിക്കനാണ്. ഇതൊന്ന് ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്തു. അതിലോട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളമോട് ചേർത്തി ഒരു വിസിൽ വരണ വരക്കും ഒന്ന് വേവിച്ചെടുക്കാം. കൂടുതൽ വേവേണ്ട ആവശ്യമില്ല. ഇനി വെള്ളം വാർത്തിയെടുക്കാം. ഇനി മക്രോണി വേവിക്കാൻ വേണ്ട വെളുത്തുള്ളി ഒരു 4 ഇല്ലി വെളുത്തുള്ളി ചതച്ചെടുക്കാം. ഇപ്പൊ വെള്ളം നല്ല പോലെ വെട്ടിത്തിളക്കുന്നുണ്ട്. അതിലോട്ട് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഉപ്പൂടെ ചേർക്കാം. കുറച്ച് ഒലീവ് ഓയിലൂടെ ഇട്ട് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇനി മക്രോണി ഇട്ട് കൊടുക്കാം. മക്രോണി ഞാൻ നല്ല പോലെ കഴുകിയിട്ടാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പൊ നല്ല പോലെ വെന്തു വന്നു. കൂടുതൽ വേവേണ്ട ആവശ്യമില്ല. അത് കട്ട് ചെയ്യുമ്പോൾ 2 കഷ്ണമായി എളുപ്പം. അപ്പോൾ ഇപ്പൊ അതിന്റെ പാകമായി. ഇനി അത് വാർത്തെടുക്കാം. വാർത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് സ്റ്റിക്കി ആയിട്ട് വരും. അപ്പോൾ അതിന് വാർത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് നല്ല വെള്ളം സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച സബോള, പച്ചമുളക്, ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് നല്ല പോലെ വഴറ്റിയെടുക്കാം. ഇനി ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് എടുക്കാം. 3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് നല്ല പോലെ വഴറ്റി കൊടുക്കാം. ഇനി അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് ഇളക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് ഒന്നുകൂടെ അടച്ചു വെക്കാം. 3 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. അപ്പോഴേക്കും തക്കാളി, ഉള്ളിയെല്ലാം നല്ല പോലെ വാടി വന്നു. ഇനി അതിലോട്ട് മസാല ചേരുവകൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. എരിവ് കുറക്കണമെങ്കിൽ കുറച്ചിട്ട് ഉണ്ടാക്കാം. ഇനി അതിന്റെ പച്ചമണം പോണ വരക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് ക്യാരറ്റ്, ക്യാപ്സിക്കം എല്ലാം ഇട്ട് കൊടുക്കാം. നല്ല പോലെ വഴറ്റിയെടുക്കാം. അതും ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. 3 മിനിറ്റിന് ശേഷം തുറന്നു നോക്കി. കൂടുതൽ വേവേണ്ട ആവശ്യമില്ല ഇത്. ഇനി അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച ചിക്കനൂടെ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ ഒന്നുകൂടെ നുള്ളി പിച്ചി ഇട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് മല്ലിയില, പുതിനയില ഇട്ട് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നല്ല സ്മെല്ല് വരല് തുടങ്ങി. ഇനി അതിലോട്ട് ഊറ്റി വെച്ച ചിക്കൻ്റെ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതും നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നല്ല പോലെ ഉണ്ടാകും. ചിക്കനോട്ട് ആ വെള്ളം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതിലോട്ട് മക്രോണി ഇട്ട് കൊടുക്കാം. ഇനി അത് മസാലയുമായി നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. എല്ലായിടത്തും മസാല പിടിക്കേണ്ട രീതിയിൽ മിക്സ് ചെയ്യാം. ഇപ്പോൾ എല്ലായിടത്തും മസാല പിടിച്ച് മിക്സ് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ മുകളിലോട്ട് ചീസ് ഇട്ട് കൊടുക്കാം. ഞാൻ 3 സ്ലൈസ് ആണ് ചീസ് എടുത്തത്. അത് ഇട്ട് കൊടുക്കാം. ഇനി അതൊരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്നു. ഇപ്പോൾ നമ്മുടെ മക്രോണി എല്ലാം ഇപ്പോൾ
സെറ്റായി വന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.